നമസ്കാരം, ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജനാണ്. ഉപ്പുകുറ്റി വേദന ഇത് വളരെയധികം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു തരം വേദനയാണ്. അപ്പം ഉപ്പുകുറ്റിയുടെ വേദനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്ലാന്റർ ഫേഷ്യാറ്റിസ്. അതായത് നമ്മുടെ ഉപ്പുകുറ്റിയിലെ പ്ലാന്റർ ഫേഷ്യ എന്ന് പറഞ്ഞ ഒരു ലിഗമെൻ്റ് ഉണ്ട്. ആ ലിഗമെൻ്റ് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീരാണ് പ്ലാന്റർ ഫേഷ്യാറ്റിസ്. അപ്പം എന്തുകൊണ്ടാണ് ഈ പ്ലാന്റർ ഫേഷ്യയിൽ നീര് വരുന്നത്? സാധാരണ രീതിയിൽ വളരെയധികം ശരീരഭാരം വളരെ കൂടുതലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരുപാട് ഈ ഓടുന്ന എറോബിക് എക്സസൈസ് ഒരുപാട് ചെയ്യുന്ന ജോഗിങ്ങും ഓട്ടം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ ഒരുപാട് കാൽപാദങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരുപാട് നേരം നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ടീച്ചേഴ്സ്, ബസ് കണ്ടക്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ, പോലീസുകാർ, അങ്ങനെയുള്ളവർക്കൊക്കെ വരാം. പിന്നെ ഈ വളരെ കറക്റ്റായിട്ടല്ലാത്ത വളരെ തെറ്റായ ഷൂസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും വരാം. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഇവരുടെ കാലിങ്ങനെ അവരുടെ ആർച്ച് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഈ പ്ലാന്റർ ഫേഷ്യയിൽ സ്ട്രെയിൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് ഈ പ്ലാന്റർ ഫേഷ്യാറ്റിസിൻ്റെ കാരണങ്ങൾ. അതായത് ഉപ്പൂറ്റി വേദന, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ ഉടനെ ഭയങ്കര വേദന. ഇതാണ് സാധാരണ എല്ലാവരും പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ താഴോട്ട് ചവിട്ടുമ്പോൾ ഉടനെ വേദന. കുറച്ച് കഴിയുമ്പം, കുറച്ച് നടന്നു കഴിയുമ്പം ആ വേദന കുറച്ച് പതുക്കെ കുറയാൻ തുടങ്ങും. പിന്നെ എവിടെയെങ്കിലും അടങ്ങാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നടക്കാൻ തുടങ്ങും, അപ്പോഴും വേദന വരാം. ഇതൊക്കെയാണ് പ്ലാന്റർ ഫേഷ്യാറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. അത് സാധാരണ സ്ത്രീകളിലാണ് കൂടുതൽ വരുന്നത്, പുരുഷന്മാരെ കാട്ടില്ല. ആദ്യം ചിലപ്പോൾ ഒരു കാലിലേ കാണത്തുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ട് കാലിലും വന്നേക്കാം. അപ്പോൾ അതിൻ്റെ രോഗനിർണ്ണയം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. പിന്നെ നമ്മൾ എക്സ്റേയും MRI ഒക്കെ എടുക്കാം. എക്സ്റേ എടുക്കുമ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രിക്ഷനും സ്ട്രെയിനും കാരണം ഈ എല്ലിൽ കുറച്ചൊരു സ്പെർ പോലെ, ഒരു മൊന പോലെയൊക്കെ വരും, കാൽക്കേനിയസ് സ്പെർ എന്ന് പറയും. അതൊക്കെ എക്സ്റേയിൽ കാണാൻ പറ്റും. പിന്നെ MRIയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ പ്ലാന്റർ ഫേഷ്യയിൽ നീര് വന്നിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റ് അതിൻ്റെ ഈ ഉപ്പൂറ്റി വേദനയ്ക്കുള്ള മറ്റ് രോഗങ്ങൾ, അതായത് യൂറിക് ആസിഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നല്ലോ, അതൊക്കെ നമുക്ക് ഈ MRIയിലൂടെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ചികിത്സാ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കുക എന്നുള്ളത്. അതായത് ശരീരഭാരം കുറയ്ക്കുക, കുറേ നേരം നിൽക്കുന്നത് ഒഴിവാക്കുക, ഈ കണ്ടിന്യൂസ് ആയിട്ട് എറോബിക് എക്സസൈസ് അല്ലെങ്കിൽ ഓട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന ഷൂസ് കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും കറക്റ്റായിട്ടുള്ള ഷൂസ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേദന കുറയ്ക്കാൻ വേണ്ടി കറക്റ്റായിട്ടുള്ള കുഷനിങ് ഉള്ള പ്രോപ്പർ ഷൂസ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. സോഫ്റ്റ് സോൾ സാൻഡൽസ്, അതായത് ഉപ്പൂറ്റിയിലെ സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ചെരുപ്പുകൾ നമ്മൾ നിരന്തരം ഉപയോഗിക്കണം. കാരണം അത് ഫുൾ ടൈം ഉപയോഗിക്കണം. അത് പുറത്തിറങ്ങുക മാത്രമല്ല, വീണ്ടും ഉള്ളിലും നമ്മുടെ വെറും കാലിൽ നടന്നാലും ഫേഷ്യാറ്റിസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതിനുള്ള കറക്റ്റ് ചെരുപ്പ് ഫുൾ ടൈം എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് ഉപയോഗിച്ച് ഫുൾ ടൈം നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫേഷ്യയിലുള്ള ഇൻഫ്ലമേഷൻ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റിയ മരുന്നുകളും അതിനുള്ള പല രീതിയിലുള്ള മരുന്നുകളുണ്ട്, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. പല രീതിയിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകളുണ്ട്. ഫേഷ്യലിലെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പലതരം എക്സസൈസുകളുണ്ട്. വളരെ അപൂർവമായിട്ട്, അതായത് മരുന്നും കറക്റ്റായുള്ള ഷൂസും ഫിസിയോതെറാപ്പി എല്ലാം നോക്കിയിട്ടും അത് കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ വളരെ റെയറായിട്ട് നമുക്ക് സർജറി വരെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പം പ്ലാന്റർ ഫേഷ്യാറ്റിസ് എന്ന് വെച്ചാൽ വളരെ പതുക്കെ തുടങ്ങി കുറേ പതുക്കെ സ്ലോലി കൂടി വരുന്നൊരു സംഭവമാണ്. അത് ബേസിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം കൂടുന്നൊരു സംഭവമാണ്. നമ്മൾ തുടക്കത്തിൽ നമ്മളത് അതിൻ്റെ കണ്ടുപിടിച്ച് അതിൻ്റെ കറക്റ്റായിട്ട് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നമാവാതെ നമുക്കത് നോക്കാൻ സാധിക്കും. അപ്പം എപ്പോഴും എയർലി സ്റ്റേജിൽ അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. താങ്ക് യു.